അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ജബ്ബാർ അൽ മുഹൈമിനിൽ ഗഫാർ ഗാഫിരിദ് ദംബി ഖാബിലിത് തൗബ് ലഹുൽ കിതാബു ഇലൈഹിൽ ഇയാബു വഅലൈഹിൽ ഹിസാബ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ ഹദീസ് കിതാബുല്ലാഹ് വഅഹ്സനൽ ഹദീ ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ അനുകൂല പ്രതികൂല രഹസ്യ പരസ്യ മേഖലകളിലൊക്കെയും സർവശക്തനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ പഠിച്ചും പകർത്തിയും ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമ്മെ തൗഫീക്ക് നൽകി സഹായിക്കുമാറാവട്ടെ. ഒരു നശ്വരമായ ലോകത്താണ് ഒരു നൈമിഷിക ജീവിതം നാമൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സമയമില്ല എന്ന ആവലാതി എല്ലാ മനുഷ്യരിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. എത്ര സമയമില്ല എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് നിശ്ചയിച്ച ഒരു സമയം മാത്രമാണ് ഇവിടെ ലഭിക്കുക. ആ നിശ്ചയിച്ച സമയം എന്നത് മരണം വരെയാണ്. മരണം വരെയുള്ള ഒരു നൈമിഷിക ജീവിതം മാത്രം നയിക്കുന്ന നമുക്ക് കൃത്യമായ ചില അറിവുകൾ നേടേണ്ടതുണ്ട്. ആ അറിവുകളനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് മനുഷ്യനെന്ന നിലക്ക് നമ്മിലർപ്പിതമായ ബാധ്യതകൾ നിർവഹിക്കാൻ, ആ ബാധ്യതകൾ നിർവഹിച്ച് തൻ്റെ റബ്ബിലേക്ക് പരമാവധി അടുത്ത് അതിലൂടെയുള്ള ഒരു ആനന്ദവും സന്തോഷവും ആഹ്ലാദവും ഈ ഭൗതിക ലോകത്ത് നേടിയെടുക്കാനും ശാശ്വതമായ പരലോകത്ത് അവൻ തയ്യാറാക്കിയ ഒരുക്കിവച്ച ജന്നാത്തുൽ ഫിർദൗസ് നേടി ജീവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് ഈ സദസ്സിന് മുമ്പിൽ പറഞ്ഞറിയിക്കേണ്ടതില്ല. നമ്മുടെ ബാധ്യത ഈ ജീവിതം നൽകിയ റബ്ബിലേക്ക് പരമാവധി നാം അടുത്തുകൊണ്ടിരിക്കുക എന്നത് തന്നെയാണ്. അതവൻ കൽപ്പിച്ച പോലെ, അവൻ്റെ പ്രവാചകനിലൂടെ നിർദ്ദേശിച്ച പോലെ ആവണം എന്ന് മാത്രം. ഏത് ജീവിത തിരക്കിനിടയിലും ആ ഒരു ബാധ്യത മറക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇങ്ങനെ വന്നിരിക്കാൻ തന്നെ നമുക്ക് സാധിച്ചത് റബ്ബിൻ്റെ ഒരു തൗഫീക്ക് കൊണ്ട് മാത്രമാണ്. പലർക്കും സാധിക്കാത്തതാണ് ഇത്. അതുകൊണ്ട് തന്നെ നാം ഭാഗ്യവാന്മാരുമാണ്. എന്താണ് നമ്മുടെ ബാധ്യത? സമയം വളരെ കുറവാണ് ഈ സംസാരത്തിന് എന്നറിയാം. ചുരുക്കി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച ഒരു ഖുദ്സിയായ ഹദീസ്. ആ ഹദീസിൽ കാണും, യഖൂലുല്ലാഹു തബാറക വ തആല, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യബ്ന ആദം തഫറഗ് ലി ഇബാദതി. അല്ലാഹു പറഞ്ഞു, മനുഷ്യ, നീ എനിക്ക് ഇബാദത്തിൽ മുഴുകാൻ നീ സമയം കാണണം, ഒഴിഞ്ഞിരിക്കണം. അംലഉ സദ്റക ഗിന,
വ അസുദ്ദു ഫഖറക്. നീ അങ്ങനെ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തിയാൽ നിന്റെ ജീവിതത്തിൽ നീ ആവശ്യപ്പെടുന്ന, നീ തേടുന്ന, ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിനക്ക് ലഭിക്കും. ഒന്ന്, അംലഉ സദ്റക ഗിന, നിന്റെ ഹൃദയം നിറയെ ഐശ്വര്യം, ധന്യത ഞാൻ നിറച്ചു നൽകും. വ അസുദ്ദു ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ ഇല്ലാതെയാക്കും. വ ഇല്ലാ തഫ്അൽ, നീ മുതിരുന്നില്ലെങ്കിലോ, നീ അതിൽ നിന്ന് വിട്ടുള്ള ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അംലഉ യദൈക ശുഗുല, നിന്റെ 2 കരങ്ങളിലും ജോലിത്തിരക്ക് ഞാൻ നിറക്കും. വലം അസുദ്ദ ഫഖറക്, സദാസമയവും ജോലിയിൽ മുഴുകി എല്ല് മുറിയ നീ പണിയെടുത്താലും ചോര നീരാക്കി അധ്വാനിച്ചാലും നിന്റെ ദാരിദ്ര്യം നിന്നെ വിട്ടുപോകുന്നതല്ല. ഈ ഒരു ഹദീസ് നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഏതൊരു മനുഷ്യനും പലപ്പോഴും അവനെ അറിയാത്ത, അവനെ നോക്കിക്കാണുന്ന ആളുകൾ അവൻ്റെ ജീവിതത്തിൽ പ്രകടമായ അവൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്നു. പക്ഷേ അവൻ മാനസികമായ തളർച്ചയിലാണ്. അവൻ ഒരുപാട് പ്രശ്നങ്ങളിലാണ് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത്. തൻ്റെ എല്ലാ മനക്ലേശങ്ങളും അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ മുഴുകുന്ന മനുഷ്യന് അതിൽ നിന്ന് മോചനം നൽകാം എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതാണ്. തൻ്റെ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്ത് സദാസമയവും അവനെ ധന്യതയിലാക്കുക എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണമെന്ന ആ ഉറപ്പ് വരുന്നതുവരെ നീ നിൻ്റെ റബ്ബിന് ഇബാദത്തിൽ മുഴുകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. ആ ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപക്ഷെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ സദാസമയവും ഒരു ദിവസം തന്നെ പല സമയങ്ങളിലായി അവൻ മുഴുകുന്ന ഒരു ഇബാദത്താണല്ലോ നമസ്കാരമെന്നത്. ഫർളായ നമസ്കാരവും അതിനെ തുടർന്നുള്ള ഐച്ഛികമായ നമസ്കാരങ്ങളുമായി യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര തിരക്ക് പിടിച്ചാലും നമ്മളൊന്നും ഒഴിവാക്കാത്ത ഒട്ടേറെ വിഷയങ്ങളുണ്ട്. മലമൂത്ര വിസർജന സമയങ്ങൾക്കായാൽ അത് നാം നിർവഹിക്കും. സമയമില്ല എന്ന് കരുതി അത് മാറ്റിവെക്കാറില്ല. വസ്ത്രം മാറ്റിയുടുക്കണം, അതിൻ്റെ സമയമായാൽ നാം അത് ശ്രദ്ധിക്കും. കുടുംബകാര്യങ്ങളിൽ മുഴുകണം, അതിൻ്റെ സമയമായാൽ നാം ശ്രദ്ധിക്കും. ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, വായു ശ്വസിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതഗന്ധിയായി തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളാണ്. ഇത് നാം സമയമില്ല എന്ന് കരുതി മാറ്റിവെക്കാറില്ലെങ്കിൽ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ഭക്ഷണം കഴിക്കുന്ന പോലെ, നീ വെള്ളം കുടിക്കുന്ന പോലെ, അങ്ങനെ മരിക്കുവോളം ഈ കാര്യങ്ങളിലൊക്കെ മുഴുകുമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണമെന്ന ഒരിക്കലും സംശയത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ആ മരണം വരുന്നത് വരെ നിന്റെ റബ്ബിന് ഇബാദത്ത് നിർവഹിക്കണമെന്നത്. നമസ്കാരമെന്നത് നമുക്ക് മാത്രം നിർബന്ധമാക്കിയ ഒന്നായിരുന്നില്ല. ആദിമ മനുഷ്യൻ മുതൽ ലോകാവസാന സമയത്ത് ജീവിക്കുന്ന മനുഷ്യരൊക്കെ നിർവഹിക്കേണ്ട ഇബാദത്താണ് നമസ്കാരം. 3 പ്രവാചകന്മാരെ കുറിച്ച് പറയാം. ഒന്ന്, ഈസാ നബി അലൈഹിസ്സലാം. ഒട്ടേറെ മഹാത്ഭുതങ്ങളും മുഅ്ജിസാത്തുകളും ജീവിതത്തിൽ അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന മഹാനായ ഒരു പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നല്ലോ ശൈശവകാലത്ത് ജനിച്ച് വീണ ഉടനെ തൊട്ടിലിൽ കടന്ന് സംസാരിച്ചു എന്നത്. ആ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ ഒന്നാണ് വഔസ്വാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. ഇതാ എനിക്ക് എൻ്റെ റബ്ബ് എനിക്ക് ശക്തമായ ഉപദേശം നൽകിയിട്ടുണ്ട്. നമസ്കരിക്കണം, സക്കാത്ത് നൽകണം, അതെൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ആ ഇബാദത്തുകളിൽ മുഴുകണമെന്നത് റബ്ബ് എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് തൊട്ടിലിൽ കടന്ന് ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചത്. മഹാനായ പ്രവാചകൻ ഖലീലുള്ളാ എന്ന വിശേഷണത്തിന് അർഹനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്.
റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി. റബ്ബേ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്നതാണ് ആ മഹാനായ പ്രവാചകൻ നിർവഹിച്ചത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം നമസ്കാരം. അതിൽ നിന്ന് വിട്ടുപോകുക എന്നത് നമുക്ക് പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കൽപ്പിച്ചത് കാണും, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വ. നിന്റെ കുടുംബത്തോട് നമസ്കാരത്തെ കൽപ്പിക്കണം, ആ നമസ്കാരത്തിൽ ക്ഷമയോടെ നിലകൊള്ളണം. ലാ നസ്അലുക റിസ്ഖ, ഞാൻ നിന്നോട് ഉപജീവനം, എന്നെ തീറ്റിപ്പോറ്റണമെന്ന് ആവശ്യപ്പെടുന്നില്ല. നഹ്നു നർസുഖുക, നാമാണ് താങ്കൾക്ക് റിസ്ക് നൽകുന്നത്. വൽ ആഖിബതു ലിത്തഖ്വ, അന്തിമ വിജയം തഖ്വയിൽ അധിഷ്ഠിതമായ അള്ളാഹുവിനെ അറിഞ്ഞ് അവൻ്റെ മാർഗത്തിൽ ജീവിച്ചുള്ള ജീവിതത്തിനാണ് അന്തിമ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. 3 പ്രവാചകന്മാരെ മാത്രമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. മറ്റു പ്രവാചകന്മാരുടെ കാര്യങ്ങൾ വിശദീകരിച്ച വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വേർപ്പെടുത്താൻ കഴിയാത്ത, അന്നവും വെള്ളവും പോലെ, വായു ശ്വസിക്കും പോലെ, മലമൂത്ര വിസർജന കാര്യങ്ങളിൽ മുഴുകുന്നത് പോലെ, കുടുംബകാര്യങ്ങളിൽ മുഴുകുന്നത് പോലെ, ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നത് പോലെ അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയെങ്കിൽ അതിൻ്റെ ഭാഗമാക്കണം 5 നേരത്തെ നിർബന്ധമായ നമസ്കാരം. ആഫിയത്തുള്ളവർ, ആരോഗ്യമുള്ളവർ, ഈ ആഫിയത്തും ആരോഗ്യവും എത്ര കാലം നമ്മിൽ നിലനിൽക്കുമെന്നറിയില്ല. എത്രയോ ആളുകൾ രോഗശയ്യയിലാണ്, തളർന്ന് കിടപ്പിലാണ്, ആരോഗ്യമുള്ള പലരും എന്ന് നമുക്കറിയാം. നമ്മുടെ ആഫിയത്ത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനുള്ള ബാധ്യത നിർവഹിക്കണമെന്ന ഒരു പാഠം, ഒരറിവ് നാം നേടിയെടുക്കണം. ഇതൊക്കെ എന്തിന്? മരണശേഷമുള്ള ജീവിതത്തോടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ മുമ്പിൽ വരാൻ, ഖബറിൽ വരാൻ, നാളെ പരലോകത്ത് വരാൻ. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മൻ സറഹു അൻ യൽഖല്ലാഹ തആല ഗദൻ മുസ്ലിമൻ, നാളെ പരലോകത്ത് മുസ്ലിമായ നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആരാണ് ആഗ്രഹിക്കുന്നത്, അതാരാണ് ഇഷ്ടപ്പെടുന്നത്? ഫൽയുഹാഫിൾ അലാ ഹൗലാഇ സ്വലവാതി ഹയ്യതു യുനാദാ ബിഹിന്ന, എവിടെന്നാണ് ഹയ്യ അലസ്വലാ നമസ്കാരത്തിന് വരൂ, ഹയ്യ അലൽ ഫലാ വിജയത്തിന് വരൂ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, നാം ജീവിത തിരക്കുകളിലാകാം, നാം ബിസിനസ് കാര്യങ്ങളിലാകാം, കുടുംബകാര്യങ്ങളിലാകാം, യാത്രകളിലാകാം, നമ്മൾ നമ്മുടെ മാർഗങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കെ ഇടയ്ക്കിടെ ഹയ്യ അലസ്വലാ ഹയ്യ അലൽ ഫലാ എന്ന വിളി, അതിന് ഉത്തരം നൽകണം. എന്തിന്? നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മുസ്ലിമായ നിലക്ക് എഴുന്നേറ്റ് നിൽക്കാൻ അത് ആവശ്യമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. സഹോദരന്മാരെ, നമസ്കാരമെന്ന് പറയുമ്പോൾ നാം അത് പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ നമ്മോട് ആവശ്യപ്പെട്ടതാണ്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചത് കണ്ടോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. നാം ഒരു 2 റക്അത്ത് എത്ര കുറഞ്ഞ സമയമെടുത്താണ് നമസ്കരിക്കുന്നതെങ്കിലും, എത്ര സമയമെടുത്ത് നമസ്കരിച്ചാലും അത് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം വേണ്ടത് ആ ഇബാദത്തിനെ അറിയുക, പഠിക്കുക എന്നത് തന്നെയാണ്. ഒരു ഹദീസിൽ കാണും, ഒരു മനുഷ്യൻ 60 കൊല്ലം ജീവിച്ചു. 60 കൊല്ലം നമസ്കാരത്തിലായി ജീവിച്ച മനുഷ്യൻ, പക്ഷേ പരലോകത്തെത്തിയപ്പോൾ അവൻ്റെ ഒരു വഖത്ത് നമസ്കാരം പോലും അള്ളാഹു സ്വീകരിച്ചില്ല. അതിനാ ഹദീസിൽ കാരണം പറഞ്ഞത്, അവൻ അതൊരു ചടങ്ങായി മാറ്റി എന്നതാണ്. അവൻ്റെ റുക്കൂഉം സുജൂദുകളുമൊക്കെ അതൊരു യാന്ത്രികമായി അവൻ അറിയാതെ നിർവഹിച്ചു. അങ്ങനെ 60 കൊല്ലക്കാലം ജീവിച്ച് നമസ്കരിച്ച മനുഷ്യൻ്റെ ഒരു വഖത്ത് നമസ്കാരം പോലും പരലോകത്തെത്തിയപ്പോൾ സ്വീകരിക്കപ്പെട്ടില്ല. മഹാനായ സ്വഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരാൾ നമസ്കരിക്കുന്നത് കാണ്, അതിവേഗം പെട്ടെന്ന് നമസ്കാരം തീർക്കുന്നു. ഹുദൈഫ ചോദിച്ചു അദ്ദേഹത്തോട്, എത്ര കാലമായി ഇങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങിയിട്ട്? 40 വർഷമെന്ന് പറഞ്ഞു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ സ്വല്ലൈത ലില്ലാഹി സ്വലാ,
അള്ളാഹ്ക്ക് വേണ്ടി ഈ 40 വർഷം നമസ്കരിച്ച താങ്കൾ അള്ളാഹ്ക്ക് വേണ്ടി ഒരു വക്ത് നമസ്കരിച്ചിട്ടില്ല. ഇങ്ങനെയാണ് താങ്കൾ മരിക്കുന്നതെങ്കിൽ മുസ്ലിമായ നിലക്ക് മരിക്കാൻ താങ്കൾക്ക് സാധ്യമല്ല എന്ന് ഉണർത്തിയത് കാണാം. ഇതുപോലെ ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് കാണാം. മസ്ജിദുൻ നബവിയിലേക്ക് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മസ്ജിദിൻ്റെ ഒരു മൂലയിലിരിക്കുന്ന സമയം ഒരാൾ കടന്നു വരുന്നു, നമസ്കരിക്കുന്നു. റസൂലുള്ളയുടെ അടുത്ത് ചെന്ന് സലാം ചെല്ലുന്നു. റസൂലുള്ള സലാം മടക്കിയ ഉടനെ പറഞ്ഞത് ഇർജി ഫസ്വല്ലി ഇന്നക ലം തുസല്ലി എന്നാണ്. നീ തിരിച്ചുപോയി നമസ്കരിക്കണം, വീണ്ടും നമസ്കരിക്കണം, കാരണം നീ നമസ്കരിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹം അതനുസരിച്ചു, വീണ്ടും പോയി നമസ്കരിച്ചു. റസൂലുള്ള അടുക്കലെത്തി സലാം ചൊല്ലി. റസൂലുള്ള സലാം അടക്കി. അപ്പോഴും റസൂലുള്ള പറഞ്ഞു, നീ തിരിച്ചുപോയി നമസ്കരിക്കണം, നീ നമസ്കരിച്ചിട്ടില്ല. 3 വട്ടം ആവർത്തിച്ചു എന്നാണ്. മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകിയപ്പോൾ റസൂലുള്ളയോട് ആ സ്വഹാബി പറഞ്ഞു, ഇതിനേക്കാളും എനിക്ക് കഴിയില്ല, എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കൃത്യമായി പറഞ്ഞു കൊടുത്തു. പ്രത്യേകിച്ച് അവിടെ പറഞ്ഞു കൊടുത്തത് നമസ്കാരത്തിലെ അടക്കവും ഒതുക്കവും ഒക്കെയാണ്. നമസ്കാരത്തിൽ വേണ്ട റബ്ബിൻ്റെ മുമ്പിലാണ് ഒരടിമ നമസ്കാരത്തിൽ മുഴുകുമ്പോൾ ഇന്നഹു യുനാജി റബ്ബഹു, തൻ്റെ റബ്ബിനോടുള്ള ഒരു സ്വകാര്യ സംസാരത്തിലാണ് അവൻ മുഴുകുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വകാര്യ സംസാരം തൻ്റെ റബ്ബിനോടാണെന്ന ബോധത്തോടെ നോക്കൂ നിങ്ങൾ, നാം ഏറെ ജീവിതത്തിൽ ബഹുമാനിക്കുന്ന, നാം ഏറെ ആദരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അങ്ങനെ ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തെ, അത് ആരാവട്ടെ, നാം ജീവിതത്തിൽ ഏറ്റവും ആദരിക്കുന്ന ഒരാളെ കാണാൻ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. അദ്ദേഹം നമ്മുടെ മുമ്പിൽ വന്നാൽ അദ്ദേഹം പോകാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹത്തോട് വേർപിരിയാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ മനുഷ്യനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. പരമാവധി അദ്ദേഹത്തോട് സഹവസിച്ച് സമയം കളയാൻ നമ്മൾ ശ്രമിക്കും. ഒരുപക്ഷെ നോക്കൂ നിങ്ങൾ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, അത്യുന്നതനായ എൻ്റെ റബ്ബിൻ്റെ നാമത്തെ പ്രകീർത്തിക്കുക. ആ നാമം പ്രകീർത്തിച്ചുകൊണ്ട് വദക്കറസ്മ റബ്ബിഹി ഫസല്ല, തൻ്റെ റബ്ബിൻ്റെ നാമം സ്മരിച്ച് നമസ്കാരത്തിൽ മുഴുകുന്ന ഒരാൾ ജീവിതത്തിൽ അവൻ ഏറെ കാണാൻ ആഗ്രഹിക്കുന്ന, ഏറെ സ്നേഹിക്കുന്ന, ഏറെ ആദരിക്കുന്ന, ഏറെ ഭയപ്പെടുന്ന ആ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ എത്രമാത്രം ഗൗരവത്തിൽ നിൽക്കണം. അതൊരു വിശ്വാസിയുടെ അടയാളമായി റബ്ബിൻ്റെ മുമ്പിൽ ആ ഗൗരവത്തിൽ നിൽക്കുന്നത് വിശ്വാസിയുടെ അടയാളമായി വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു. സൂറത്തുൽ ബഖറയിൽ കാണാം, വസ്തഈനു ബിസ്സബ്രി വസ്വലാ, നിങ്ങൾ നമസ്കരിച്ചും ക്ഷമിച്ചും അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹരാകുക. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, നമസ്കാരം എന്നത് അതൊരു വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഭക്തന്മാർക്കൊഴികെ. ഭക്തിയുള്ളവർക്ക്, അള്ളാഹുവിലേക്ക് അടുത്ത ഭക്തന്മാർക്ക് മാത്രം അതൊരു നിസ്സാരമാണ്, അത് എളുപ്പമാണ്, അതിനോട് ഏറെ സന്തോഷകരമാണ്. എന്താണ് അതിന് കാരണം? അല്ലദീന യളുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ, അവരൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്നത് തങ്ങളുടെ റബ്ബിലേക്കാണ്, റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ്, ആ റബ്ബിലേക്കാണ് മടങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ കാണുമ്പോൾ, ആ റബ്ബ് എന്നെ സ്വീകരിക്കണമെങ്കിൽ എന്നിൽ തൗഹീദ് പൂർണ്ണമായ ഒരു വിശ്വാസിയിൽ പിന്നീട് പൂർണ്ണമാവേണ്ട, ഭദ്രമാക്കേണ്ടതാണ് അവൻ നിർവഹിക്കുന്ന നമസ്കാരമെന്ന ഇബാദത്ത്. അതുകൊണ്ട് തന്നെ അത് പഠിക്കണം, അതിൽ സന്തോഷം കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഖുർറത്തു അയ്നി ഫിസ്വലാ, ഞാൻ ഏറെ സന്തോഷിക്കാറുള്ളത് നമസ്കാരത്തിലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നാണ്. നമസ്കാരത്തിലായി എത്ര സമയം ഞാൻ ചെലവഴിച്ചാലും അതാണ് എനിക്ക് ഏറ്റവും ആനന്ദവും ആഹ്ലാദവും നൽകാറുള്ളത് എന്നതാണ്. ബിലാൽ മുഅദ്ദിനു റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കാരനായ ബിലാലിനെ അസമയങ്ങളിൽ പോലും കണ്ടാൽ, നമസ്കാരത്തിൻ്റെ സമയമല്ലാത്ത സന്ദർഭങ്ങളിൽ പോലും കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറയും, അരിഹനാ ബിസ്വലാത്തി യാ ബിലാൽ, ബിലാലെ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ച് ഞങ്ങൾക്കൊരു ആശ്വാസം കൊണ്ടോ എന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിലാണ് ഞങ്ങളൊരു റാഹത്ത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന ഇബാദത്ത്. സൂറത്തുൽ മആരിജിൽ കാണാം, ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. മനുഷ്യൻ ധൃതിയുള്ളവനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അക്ഷമനായിട്ടാണ് അവൻ ജീവിക്കുന്നത്. വല്ല
തിന്മയും ഷെറും അവനെ ബാധിച്ചാൽ അവൻ അക്ഷമനാണ്, അതവന് സഹിക്കാൻ കഴിയില്ല. വല്ല നന്മയും കിട്ടിയാലോ പരമാവധി അവൻ അതിൽ സ്വാർത്ഥനാകും, മറ്റുള്ളവർക്കത് മുടക്കാൻ ശ്രമിക്കും. അള്ള പറഞ്ഞു ഈ ദുർഗുണങ്ങൾ ഇല്ലൽ മുസല്ലീൻ, അത് നമസ്കരിക്കുന്നവരുണ്ടാകില്ല എന്നാണ്. എന്താ കാരണം പറഞ്ഞത്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ദായിമൂൻ, അവരവരുടെ നമസ്കാരങ്ങളിൽ സ്ഥിരനിഷ്ഠയുള്ളവരാണ് എന്നതാണ്. എപ്പോഴെങ്കിലും നിസ്കരിക്കുക എന്നതല്ല. ആരോഗ്യമുള്ള ആഫിയത്തുള്ള കാലത്ത് കൃത്യമായി നമസ്കരിക്കണം. അങ്ങനെ നമസ്കാരത്തിലൂടെ റബ്ബിലേക്ക് എത്തണം എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പഠിച്ച് നമസ്കാരം എന്ന ഇബാദത്ത് നിർവഹിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഹദീത്തിൽ കാണും. ബശ്ശിരിൽ മശാഇന ഫിൽ ളുലമി ഇലൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇരുട്ടിലും എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ സഹിച്ചും ത്യാഗം ചെയ്തും പള്ളികളിലേക്ക് നടന്നു പോകുന്നവർക്ക് സന്തോഷവാർത്ത നൽകുക. ബിന്നൂരി താമി യൗമൽ ഖിയാമ, നാളെ പരിപൂർണമായ മനുഷ്യന് അന്ധകാരങ്ങൾ ആകെ അവനെ വലയം ചെയ്ത് പ്രയാസത്തിലാക്കുന്ന കൂരിരുട്ടുള്ള പരലോകത്ത് അവന് വെളിച്ചം നൽകും നമസ്കാരം എന്നതാണ്. ആ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ എന്തിനാ? അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ നീ നമസ്കാരം നിലനിർത്തുക. നമസ്കാരം അള്ളാഹുവിനെ സ്മരിക്കാനുള്ള വഴികളാണ്. നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ട്. ഫർള് നമസ്കാര ശേഷമാണ് നമുക്ക് ദിക്റുകൾ ഉരുവിടാനുള്ളത്. ആ ഫർള് നമസ്കാരത്തിൽ സലാം വിട്ടിയാൽ ചൊല്ലേണ്ട ദിക്റുകൾ നിർവഹിച്ചു തന്നെ സുന്നത്ത് നമസ്കരിക്കാനും ആ സ്ഥലം വിടാനും നമ്മൾ ശ്രദ്ധിക്കണം. അതിലേറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിർവഹിക്കാവുന്ന ദിക്റുകളാണ് സുബ്ഹാനല്ലാഹ് 10, അൽഹംദുലില്ലാഹ് 10, അല്ലാഹു അക്ബർ 10. പിന്നെ ഒരു ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, ഇഖ്ലാസും ഫലക്കും നാസും പാരായണം ചെയ്യുക. ആ ഒരു ശീലമെങ്കിലും പലപ്പോഴും നമസ്കാരം കഴിഞ്ഞ ഉടനെ ഉയർന്നു പോകുന്ന ആളുകളെ കാണാം. ഒരു കുറഞ്ഞ സമയം മതി ഈ പറഞ്ഞ ദിക്റുകൾ നിർവഹിക്കാൻ. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം മാത്രമാണ് ദിക്റുകൾ ഉരുവിടാനുള്ളത്. മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമൊന്നും പ്രത്യേക ദിക്റുകളില്ല. വിത്ർ നമസ്കാരത്തിൽ സലാം വിട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 വട്ടം പറയണം. മൂന്നാമത്തത് ഉറക്കയും നീട്ടിയും പറയണം എന്നൊക്കെ ഹദീസിൽ കാണാം. എല്ലാം നമ്മൾ പഠിക്കണം. ഐച്ഛികമായ സുന്നത്തുകൾ അറിയണം. സ്വലാത്തുൽ അവ്വാബീൻ, അള്ളാഹുവിലേക്ക് കേരിച്ചു മടങ്ങുന്ന നമസ്കാരം എന്ന ളുഹ നമസ്കാരം ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും ശീലമാക്കാൻ നമ്മുടെ ജീവിത തിരക്കുകളിൽ നമ്മൾ സമയം കാണണം. എന്നും അതിരാവിലെ കുളിച്ച് വൃത്തിയായി ഫ്രഷാകുന്ന ആ സമയം ഒളുവെടുത്ത് ഒരു 2 റക്അത്ത് സ്വലാത്തുൽ അവ്വാബീൻ, അള്ളാഹുവിലേക്ക് കേരിച്ചു മടങ്ങുന്ന നമസ്കാരം എന്ന് വിശേഷിപ്പിച്ച ളുഹ നമസ്കാരം നമ്മൾ ശീലമാക്കണം. റവാത്തിബ് സുന്നത്തുകൾ ചുരുങ്ങിയത് 10, 12 ഉണ്ട്, 14 ഉണ്ട്. സാധിക്കുന്നത് അത് പതിവായി നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്തിഗ്ഫാർ. സൂറത്തുൽ അൻഫാലിലെ 33-ാമത്തെ വചനത്തിൽ കാണും, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ താങ്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ശിക്ഷിക്കുകയില്ല എന്നത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ ഈ ഉമ്മത്തിനെ ശിക്ഷിക്കൂല എന്നത്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. രണ്ടാമത് പറഞ്ഞത് അള്ളാഹു അവർ ഇസ്തിഗ്ഫാറിൽ മുഴുകുന്ന അത്രയും ഈ ഉമ്മത്തിന് അള്ളാഹു ശിക്ഷിക്കൂല എന്നാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണും, കാന അമാനാനി ഫീക്കും, നിങ്ങൾ 2 അമ്നുകൾ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ 2 സുരക്ഷ, 2 നിർഭയത്വത്തിൻ്റെ വഴികളുണ്ട്. മലത്ത് ഇഹ്ദാഹുമ, അതിലൊന്ന് കഴിഞ്ഞു പോയി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹിയുടെ വഫാത്തോടു കൂടി അത് അവസാനിച്ചു. എന്നാൽ രണ്ടാമത്തതാണ് ബഖിയത്തുൽ ഉഖ്റ അൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ അവശേഷിപ്പിച്ചു. ഇസ്തിഗ്ഫാർ ഉള്ള ഒരു വ്യക്തിയെ, ഇസ്തിഗ്ഫാർ നിലനിർത്തുന്ന ഒരു കുടുംബത്തെ, ഇസ്തിഗ്ഫാർ നിലനിർത്തുന്ന ഒരു മഹല്ലിനെ, ഇസ്തിഗ്ഫാർ ഉള്ള ഒരു ഉമ്മത്തിനെ അള്ളാഹു ഭൗതിക ലോകത്ത് വെച്ച് ശിക്ഷിക്കുകയില്ല എന്നതാണ് അള്ളാഹിൻ്റെ വാഗ്ദാനമാണ്. ഇസ്തിഗ്ഫാറിൽ മുഴുകണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇസ്തിഗ്ഫാർ അതിലേറ്റവും മഹത്വമുള്ള, ഒരിക്കലും ഒരു വിശ്വാസി എന്ന നിലക്ക് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉപേക്ഷ വരുത്താതെ നിർവഹിക്കേണ്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ആ ഇസ്തിഗ്ഫാറിൻ്റെ രൂപം അറിയാത്തവരുണ്ടാകാം, അവർ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇസ്തിഗ്ഫാർ എന്നത് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത.
അർത്ഥമൊക്കെ നമ്മൾ സമയം പോലെ പഠിച്ച് സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്ർ നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും ഈ പകലിൻ്റെ രണ്ടറ്റങ്ങളിൽ ഓരോ തവണ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉരുവിടാത്ത ഒരു പ്രഭാതവും പ്രദോഷവും നമ്മിലൂടെ കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്താണ് ഇതിൻ്റെ നേട്ടം? ഇതുകൊണ്ട് ലഭിക്കുന്ന നേട്ടം എന്താ? റസൂലുള്ള പറഞ്ഞു, മൻ ഖാലഹ ഇദാ അസ്ബഹ മൂഖിനം ബിഹാ ഫമാത മിൻ യൗമിഹി ദാലിക ദഖലൽ ജന്ന. രാവിലെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ അർത്ഥവും അതിലടങ്ങിയ കാര്യങ്ങളും അതിൽ പറഞ്ഞ ആ കാര്യങ്ങൾ ദൃഢവിശ്വാസിയായിക്കൊണ്ട് രാവിലെ അവൻ ചൊല്ലി ഉരുവിട്ടു, അന്ന് വൈകുന്നേരത്തിന് മുമ്പാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു. വമൻ ഖാലഹ ഇദാ അംസാ മൂഖിനം ബിഹാ ഫമാത മിൻ ലൈലതിഹി ദഖലൽ ജന്ന. ഒരാൾ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ കൽപ്പിച്ച പോലെ അത് ഉരുവിട്ടു, അടുത്ത പ്രഭാതമാകുമ്പോഴേക്ക് മരണപ്പെട്ടാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കുമെന്നാണ്. നമ്മളൊക്കെ ഒരു സൂര്യൻ അസ്തമിച്ച ശേഷം, ഒരു സൂര്യൻ ഉദിച്ച ശേഷം, ഒരു രാവിലെ കഴിഞ്ഞാൽ, ഒരു വൈകുന്നേരം കഴിഞ്ഞാൽ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. തൊട്ടടുത്ത നിമിഷം നമ്മുടെ മുമ്പിൽ മരണമാണ്. എവിടെ വെച്ച് മരിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. ആ മരിക്കുന്ന ദിനം അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, വ അന അലാ അഹദിക, ഞാൻ നിന്നോടുള്ള പ്രതിജ്ഞയിലും കരാറിലുമാണ് ജീവിക്കുന്നത്, വ വഅദിക മസ്തതഅതു, പരമാവധി നിന്നോടുള്ള വാഗ്ദാനം നിർവഹിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു, റബ്ബേ എൻ്റെ ഭാഗത്ത് വന്നുപോയ വീഴ്ചകൾ, ഷെറുകൾ, തിന്മകൾ ഞാനിതാ നിന്നോട് കാവൽ തേടുന്നു, വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ അംഗീകരിക്കുന്നു ഞാൻ, വഅബൂഉ ലക ബിദംബി, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ നിന്നോട് ഞാൻ സമ്മതിക്കുകയാണ് റബ്ബേ, ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണേ, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപം പൊറുക്കാൻ ആരുമില്ല. ഒരു മുവഹിദ്, ഇത് പ്രഖ്യാപിക്കുന്നവൻ മുവഹിദാണ്. ഒരു മുവഹിദിന് മാത്രമേ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിൻ്റെ ആശയമനുസരിച്ച് പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെയും വൈകുന്നേരവും നമ്മൾ പതിവാക്കണം. ഒട്ടേറെ ഇസ്തിഗ്ഫാറുകൾ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തി ആ അള്ളാഹുലേക്ക് പൊറുക്കലിനെ തേടുന്ന, പക്ഷാതപിക്കുന്ന ഒരു ഇസ്തിഗ്ഫാർ. ഇതുപോലുള്ള ഒട്ടേറെ ഇസ്തിഗ്ഫാറുകൾ പഠിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കി സമയബന്ധിതമായി നിർവഹിക്കേണ്ടത്, അങ്ങനെ അല്ലാത്ത സമയങ്ങളിൽ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു വിശ്വാസിയായി മാറാൻ നമ്മളൊക്കെ ജീവിത തിരക്കുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അള്ളാഹുവിനോടുള്ള ബാധ്യതകളാണ് ഇതെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് നമ്മുടെ കച്ചവട കാര്യങ്ങളിലും അതിനാവശ്യമായ യാത്രകളിലും, അങ്ങനെ കുടുംബം പോറ്റാനുള്ള സമയമില്ല എന്ന ഓട്ടത്തിനിടയിലും മറന്നു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇബാദത്തുകൾ. അതാണ് സൂറത്തുൻ നൂറിൽ അള്ളാഹുവിൻ്റെ മസ്ജിദുകളുമായി ബന്ധപ്പെടുന്ന വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാ വഇതാഇസ് സക്കാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സ്വാർ. ഒരു കൂട്ടം വിശ്വാസികൾ, അള്ളാഹുവിൻ്റെ മസ്ജിദുകളുമായി ഹൃദയം ബന്ധിച്ച വിശ്വാസികൾ, അവർ കച്ചവടത്തിലോ ക്രയവിക്രയങ്ങളിലോ ഒക്കെ മുഴുകിയാലും അവരെ അൻ ദിക്രില്ലാഹ്, അള്ളാഹിനെ ഓർക്കുന്നതിനെ തൊട്ട്, വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സക്കാ, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് തൻ്റെ സമ്പത്തിൻ്റെ ബാധ്യതയായ സക്കാത്ത് നൽകുക എന്നത് അവർ അതിനെ തൊട്ട് അശ്രദ്ധരാകുകയില്ല. ഈ ജീവിത കച്ചവടങ്ങളും ക്രയവിക്രയങ്ങളും അതിൽ നിന്ന് അവരെ തെറ്റിക്കുകയില്ല. എന്താ കാരണം പറഞ്ഞത്? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സ്വാർ. ഹൃദയങ്ങളും കണ്ണുകളും പടച്ചു പോകുന്ന, തനിക്കാരുണ്ട് രക്ഷകനായി എന്ന് മനുഷ്യൻ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരലോകത്ത് അവർ ഭയപ്പെടുന്നു എന്നതാണ്. അതുകൊണ്ട് പരലോകത്തെ മുന്നിൽ കണ്ട്, മരണത്തെ മുന്നിൽ കണ്ട്, ഖബർ ജീവിതത്തെ മുന്നിൽ കണ്ട് റബ്ബിനെ കാണണം,
അന്ന് ചില മുഖങ്ങളതാ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. അവർ അവരുടെ റബ്ബിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ റബ്ബിലേക്ക് നോക്കിയവരാണ്. ആ റബ്ബിനെ കാണാൻ കൊതിക്കുക. ആ റബ്ബിലേക്ക് ഇബാദത്തുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, പ്രാർത്ഥനകൾ, ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് പരമാവധി അടുക്കാൻ ശ്രമിച്ച് റബ്ബ് തൃപ്തിപ്പെടുന്ന ഒരു വിശ്വാസിയായി മാറാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തെ മുഴുവൻ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും കഴുകിക്കളയുന്നതാണ് ഇബാദത്തുകൾ. ഒരു ഭാഗത്ത് തിന്മകളും ഒരു ഭാഗത്ത് ഇബാദത്തുകളും ഉണ്ടായിട്ട് കാര്യമില്ല. ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ഇബാദത്തുകൾ, എല്ലാ ഇബാദത്തുകളും ജീവിതത്തെ ശുദ്ധീകരിക്കുകയാണ്. ആ ശുദ്ധീകരണ പ്രക്രിയ ഇതിലൂടെ നേടാനും സാധിക്കണം. റബ്ബ് തൃപ്തിപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ലി വലക്കും ഫിൽ ഇസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.